നമുക്ക് വ്യത്യസ്ത തരം ടൈലുകളെ കുറിച്ച് അറിയാം. പക്ഷേ ഷോറൂമിൽ പോയി അബദ്ധത്തിൽ ചാടാതിരിക്കാൻ ഇതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കൂ. ആദ്യം തന്നെ നമുക്ക് വിട്രിഫൈഡ് ടൈലുകളെ കുറിച്ച് പറയാം. ഇന്ന് വിപണിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ഇതാണ്. കളിമണ്ണും കാർഡ്സും ഒക്കെ ചേർത്ത് ഉയർന്ന ചൂടിൽ നിർമ്മിക്കുന്നത് കൊണ്ട് ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. മാർബിളിന്റെയോ ഗ്രാനൈറ്റിന്റെയോ ഒക്കെ ലുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ കിട്ടണമെങ്കിൽ കണ്ണടച്ച് ലിവിംഗ് റൂമിലും ബെഡ്റൂമിലും വിട്രിഫൈഡ് ടൈലുകൾ തന്നെ ഇടാം. ഇതിൽ കറകൾ വീഴില്ല, ദീർഘകാലം ഈട് നിൽക്കുകയും ചെയ്യും. അടുത്തതാണ് സെറാമിക് ടൈലുകൾ. വില കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആകർഷണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവയ്ക്ക് കാഠിന്യം കുറവാണ്, വെള്ളം വലിച്ചെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഫ്ലോറിങ്ങിന് ഇത് അധികം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പകരം അടുക്കളയിലെയും ബാത്റൂമിലെയും ചുവരുകൾ മനോഹരമാക്കാൻ സെറാമിക് ടൈലുകൾ ഉപയോഗിക്കാം. എന്നാൽ ബാത്റൂം ഫ്ലോറിങ്ങിന് ഏറ്റവും ബെസ്റ്റ് പോയ്സലൈൻ ടൈലുകളാണ്. ഇത് വെള്ളം ഒട്ടും വലിച്ചെടുക്കില്ല, അതുകൊണ്ട് തന്നെ നനവുള്ള സ്ഥലങ്ങളിൽ വർഷങ്ങളോളം കേടുകൂടാതെ കിടക്കും. ടെറാക്കോട്ട ടൈലുകൾ പ്രകൃതിദത്തമായ ചുടുകളിമണ്ണ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ടൈലുകളാണിവ. കേരളത്തിലെ പഴയ തറവാടുകളിലും പുതിയ കാലത്തെ ട്രഡീഷണൽ വീടുകളിലും ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നു. ചെട്ടിനാട് ടൈലുകൾ അല്ലെങ്കിൽ ആത്തൻകുടി ടൈലുകൾ. തമിഴ്നാട്ടിലെ ചെട്ടിനാട് മേഖലയിലുള്ള ആത്തൻകുടി എന്ന ഗ്രാമത്തിൽ പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ആത്തൻകുടി ടൈലുകൾ എന്ന് പേര് വന്നത്. സിമന്റ്, മണൽ, പ്രകൃതിദത്തമായ നിറങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഗ്ലാസ് പ്ലേറ്റുകൾക്ക് മുകളിലാണ് ഇത് വാർത്തെടുക്കുന്നത്. മെഷീനുകൾ ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെയാണ് ഇതിലെ മനോഹരമായ ഡിസൈനുകൾ വരയ്ക്കുന്നത്. എൻകോസ്റ്റിക് സിമന്റ് ടൈലുകൾ. ആത്തൻകുടി ടൈലുകൾക്ക് സമാനമായി സിമന്റും പ്രകൃതിദത്ത നിറങ്ങളും ചേർത്ത് ഹൈഡ്രോളിക് പ്രസ് മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയാണിത്. ഇതിന്റെ പാറ്റേണുകൾ ടൈലിന്റെ മുകളിൽ മാത്രം വരച്ചതല്ല, മറിച്ച് ടൈലിന്റെ ഉള്ളിലേക്ക് വരെ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞാലും ഡിസൈൻ മങ്ങിപ്പോകില്ല. മൊറോക്കൻ ടൈലുകൾ. ഇന്റീരിയറിൽ ഇന്ന് വലിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണിത്. തികച്ചും വ്യത്യസ്തവും സങ്കീർണവുമായ ജാമിതീയ രൂപങ്ങളും തിളക്കമുള്ള നീല, മഞ്ഞ, പച്ച നിറങ്ങളുമാണ് ഇതിന്റെ പ്രത്യേകത. ലിവിംഗ് റൂമിലെ ഒരു ചുവരിലോ അടുക്കളയിലോ ബാത്റൂമിലെ ഒരു ഹൈലൈറ്റ് നൽകാൻ ഇവ ഉപയോഗിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ടൈലിന്റെ ഫിനിഷിംഗ്. ഷോറൂമിൽ പോകുമ്പോൾ ഭയങ്കര തിളക്കമുള്ള ഗ്ലോസി ടൈലുകൾ കണ്ട് നമ്മൾ വീണു പോകും. ലിവിംഗ് റൂമിനും ഹാളിനും അത് തന്നെയാണ് ഭംഗി. മുറിക്ക് കൂടുതൽ വലിപ്പവും പ്രകാശവും തോന്നിക്കാൻ അത് സഹായിക്കും. പക്ഷേ അടുക്കളയിലും ബാത്റൂമിലും ഈ തിളങ്ങുന്ന ടൈൽസ് ഇട്ടാൽ പണി പാളും. അവിടെ എപ്പോഴും മാറ്റ് ഫിനിഷ് ഉള്ള അല്ലെങ്കിൽ ആന്റി സ്കിഡ് ടൈലുകൾ മാത്രം തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ വഴുതി വീഴാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ബെഡ്റൂമുകൾക്ക് ഒരു ലക്ഷറി ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ വുഡൻ ടെക്സ്ചറുകളുള്ള ടൈലുകൾ പരീക്ഷിക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇന്റീരിയർ ടിപ്സിനായി ഞങ്ങളുടെ പേജ് ഉടൻ തന്നെ ഫോളോ ചെയ്യൂ.